സിമ്പിളായിട്ടൊരു വുഡിൻ്റെ ഡിസൈൻ എങ്ങനെ കൊടുക്കാം, അതിന് പെയിൻറ്റ് എങ്ങനെ മിക്സ് ചെയ്യാം, ബ്രഷിൽ എങ്ങനെ പെയിൻറ്റ് എടുക്കാം എന്നൊക്കെ ഒരുപാട് പേര് ചോദിക്കാറുണ്ട്. പക്ഷേ എല്ലാവർക്കും നമുക്കിരുന്ന് മറുപടി കൊടുക്കാൻ പറ്റാറില്ല. അതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. നമ്മളിവിടെ ബ്രൗൺ പെയിൻറ്റ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കമ്പനിയുടെ പെയിൻറ്റാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ബ്രൗൺ കളറാണ്, വേറെ ഒരു കളറും നമ്മളിതിൽ മിക്സ് ചെയ്യുകയോ ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ഇതുകൊണ്ടാണ് നമ്മൾ വരയ്ക്കാനായിട്ട് പോകുന്നത്. പിന്നെ ഇതിൽ ബ്രഷ് മുക്കി അടിക്കുമ്പോൾ ചിലർ ചോദിക്കാറുണ്ട് ഇതിൽ എങ്ങനെയാണ് ബ്രഷ് മുക്കാന്ന്. ബ്രഷ് ഇതിൻ്റെ ഒരു സൈഡിൽ നിന്നും കുറച്ച് പെയിൻറ്റ് നമുക്ക് ആവശ്യത്തിനുള്ള കളർ എടുക്കുക, അല്ലാതെ ആ പെയിൻറ്റിൽ കൊണ്ടുപോയിട്ട് ബ്രഷ് മുക്കി കഴിഞ്ഞാൽ ഭയങ്കര ഡാർക്കായിരിക്കും. അപ്പോൾ സിമ്പിളായിട്ടുള്ളൊരു വര എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ വട്ടം വരയ്ക്കുന്ന ഡിസൈൻ തന്നെയാണ് ഏറ്റവും സിമ്പിൾ. അപ്പോൾ നമ്മളൊരു വട്ടം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ ഷെയ്പ്പാക്കുന്നതാണ് ഒരു വരക്കാരൻ്റെ കഴിവ്, അല്ലെങ്കിൽ വരക്കാരൻ്റെ ഡിസൈൻ എന്ന് പറയുന്നത്. അത് നമ്മളിവിടെ സിമ്പിളായിട്ടായതുകൊണ്ട് 2 വട്ടം ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിന് അധികം സമയം വേണ്ടല്ലോ ഒരു വട്ടം തിരിക്കാൻ. അപ്പോൾ ഒരു 10 വട്ടം വേണമെങ്കിൽ നമുക്ക് അടുത്തടുത്ത് തിരിച്ചു വയ്ക്കാം. പിന്നെ അതിനെ കണക്ട് ചെയ്ത് കൊണ്ടുപോകുന്ന രീതി, അത് നമ്മുടെ എക്സ്പീരിയൻസ് പോലെയും നമ്മുടെ വർക്കിൻ്റെ ഉപയോഗിക്കുന്ന സമയം പോലെയും ഇരിക്കും. നമ്മളിപ്പോൾ ഒരു ചെറിയ റേറ്റിനെടുത്ത വർക്കുകൾക്ക് നമുക്ക് അതിൽ വലിയ രീതിയിലുള്ള ചിത്രപ്പണിയൊന്നും ചിലപ്പോൾ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ വലിയ രീതിയിലുള്ള ചിത്രപ്പണി ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ കടുവയായി എന്നൊക്കെ പറയും. ഇപ്പോൾ ഒരു സുഹൃത്ത് കടുവ വരെയാണ് നിൻ്റെ വര എന്നൊക്കെ പറഞ്ഞിട്ട് കമൻറ്റ് ഇട്ട് പോയതുണ്ട്. അപ്പോൾ അത് നമ്മൾ നോക്കേണ്ട കാര്യമില്ല. നമ്മൾ സിമ്പിളായിട്ട് ചെയ്യുക. ഇതുപോലെയൊക്കെ ചെയ്താലും ആളുകൾ അത് അക്സെപ്റ്റ് ചെയ്യുകയൊക്കെ ചെയ്യാറുണ്ട്. നമ്മൾ ഒരു 10-20 വർഷത്തിനടുത്തായിട്ട് ഇങ്ങനെയൊക്കെ ചെയ്തിട്ടാണ് പോകുന്നത്. അപ്പോൾ ഇത്രയൊക്കെ ആവശ്യമുള്ളൂ. പിന്നെ വലിയ രീതിയിൽ വേറെ ഒരാൾ അപ്പുറത്ത് വരച്ചിട്ടുണ്ടെങ്കിൽ അയാളെക്കാൾ വലിയ ആളാണ് ഞാൻ എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ചിലർ കുറേ വരച്ച് നിറച്ച് സംഭവങ്ങളായി കാണിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യം നമ്മുടെ സാധാരണ വർക്ക് ചെയ്യുന്ന സൈറ്റുകളിൽ ഉണ്ടാവാറില്ല.